MTയുടെ മരണം വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും. അത് എനിക്ക് തോന്നുന്നത് സാധാരണ ഉള്ളിൽ മറ്റുള്ളവർക്കുള്ളിൽ കുറച്ചധികം വ്യസനം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അദ്ദേഹം എന്നെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് 3-4 കൊല്ലം അവിടെ പ്രവർത്തിച്ചു. സിനിമ അല്ലെങ്കിൽ കുടുംബജീവിതം അത്തരം കാര്യങ്ങൾ ഒഴിച്ചുള്ള സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. എന്നോട് അദ്ദേഹം ജീവിതത്തെപ്പറ്റി ആകെ ഒരു പരാതിയാണ് പറഞ്ഞത്. ഇന്നത്തെ കാലം വേനുണ്ടായിരുന്നു, ഇടത്തെ ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അതൊന്നും ഒരു പരാതിയോ പരിഭവമൊന്നുമില്ല. അവനോട് പറഞ്ഞു, കാരശ്ശേരി ഇപ്പോൾ പണ്ടത്തെ മാതിരി വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ തക്കത്തിന് ഞാൻ ചോദിച്ചു, MT സാധാരണഗതിയിൽ എത്ര പേജ് വായിക്കും? അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 300 പേജ്. ഞാൻ അമ്പരന്ന് പോയി, ദിവസം 300 പേജ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴും? ഇപ്പോൾ ഒരു 50 പേജൊക്കെ പറ്റുന്നുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എഴുത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം 9ാം ക്ലാസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ അച്ചടിച്ച് വരുന്നുണ്ട്. എന്നും കർമ്മനിരതനായിരുന്ന ഒരാളാണ് MT. ദീർഘായുസ്സായിരുന്നു.